ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വലിയൊരു ബോക്സാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന്ന് എനിക്ക് ഇന്നലെയാണ് റിസീവ് ആയത് ഈ ബോക്സ്. അപ്പോൾ ഈ ബോക്സിനകത്ത് എന്താണുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബോക്സ്. കണ്ടിട്ട് ഞാൻ ഒന്നെങ്കിൽ ഹെൽമെറ്റ് ആവും അല്ലെങ്കിൽ ജാക്കറ്റ് ആവും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ജാക്കറ്റ് ബോക്സ് മാറ്റി. ഓ സെറ്റ് ജാക്കറ്റാണ് ഗൈസ്. ടാർമാർക്കിൻ്റെ ജാക്കറ്റ് ഓർഡർ ചെയ്തിരുന്നു, അതാണ്. ഇത് ഞാൻ ബാൻഡിഡോസ് എന്നാണ് ഞാൻ ഈ ജാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ലെവൽ 2 ജാക്കറ്റാണിത്. ഇവിടെ നല്ലൊരു കപ്പൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ജാക്കറ്റാണ്. ബാക്ക് സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ജാക്കറ്റിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമുക്ക് ഈ ജാക്കറ്റ് ഒന്ന് ഇട്ട് നോക്കാം. നമ്മൾ ജാക്കറ്റ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഇതേപോലത്തെ നല്ല ടൈറ്റ് ഫിറ്റിംഗ് ഉള്ള ജാക്കറ്റ്, നല്ല സ്കിന്നിന് ഫിറ്റായി നിൽക്കുന്ന ജാക്കറ്റ്, ഒരിക്കലും ലൂസുള്ള ജാക്കറ്റുകൾ ബുക്ക് ചെയ്യരുത്. നമ്മളെ കറക്റ്റ് സൈസിനനുസരിച്ചുള്ള ജാക്കറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജാക്കറ്റ് അധികം ഇറക്കാൻ പാടില്ല. നല്ല ഇങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം. ഒരു എയർ കടക്കാത്ത രീതിക്കുള്ള നല്ല സ്കിൻ ഫിറ്റിങ്ങിൽ വേണം നമ്മൾ ജാക്കറ്റ് എടുക്കാൻ. ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഈ സിബ് ഒന്നിടാം. ഈ സിബ് രണ്ടും ടൈറ്റായിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതും ഇടുക. ഇവിടെ ആയിട്ട് ഒരു സിബും ഉണ്ട്, ഇവിടെ ഒരു ലോക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു സിബും ഉണ്ട്, ഒരു സ്ട്രാപ്പും ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഓരോ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലായാലും ഉണ്ട്. എനിക്ക് നല്ല കറക്റ്റ് സൈസാണ്. ഇത് M സൈസാണ് ഈ ജാക്കറ്റ്. കറക്റ്റ് സൈസിങ് ആണ്, നല്ല ഫിറ്റിങ്ങോട് കൂടിയിട്ടുള്ള ജാക്കറ്റാണ്. ബാക്ക് സൈഡും. പിന്നെ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് കൈയൊന്നും പൊക്കാൻ പറ്റില്ല. കൈയൊക്കെ എത്ര പോവുള്ളൂ. ആദ്യം ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്ത് അതിൻ്റെ പാഡൊക്കെ ഒന്ന് സെറ്റ് ആയാൽ നല്ല അടിപൊളി ഫിറ്റിംഗ് ആവും. ഇനി ഇതിൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര ലെയറിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ജാക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടാർമാർക്കിൻ്റെ ലെവൽ 2 ജാക്കറ്റാണ്. എന്ന് വെച്ചാൽ ഇതിൽ 2 ലെയർ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ജാക്കറ്റിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഈ ജാക്കറ്റിന് ഇവിടെ നല്ലൊരു കപ്പ് ഉണ്ട്. നല്ലൊരു ഷോ ആണ്, നല്ലൊരു ഭംഗിയാണ് ഈ കപ്പ് ഉള്ളത് തന്നെ. അതുപോലെ തന്നെ ഈ വർക്കൊക്കെ നൈറ്റിൽ നന്നായിട്ട് ഗ്ലോ ചെയ്യും. നമ്മൾ രാത്രി റോഡിലൊക്കെ കൂടെ ഒക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഗ്ലോ ആവും. ഹെഡ്ലൈറ്റിന് ലൈറ്റൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ 2 പോക്കറ്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ 2 പോക്കറ്റ്സ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടും 2 പോക്കറ്റുകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം, പിന്നെ ഇവിടെ കൈയൊക്കെ നന്നായി ടൈറ്റ് ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നൈറ്റിൽ ഗ്ലോ ചെയ്യുന്ന ടൈപ്പ് ഒരു ലൈറ്റാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ പാഡ്സുകളുണ്ട്, പ്രൊട്ടക്ഷൻ പാഡ്സ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഫുൾ പാഡുകളാണ്. ഈ ഒരു പോർഷനിലായാലും ഇഷ്ടംപോലെ പാഡുകൾ ഉണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം. മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് പാഡുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ലെയറാണ്. അതുപോലെ തന്നെ ഇത് റെയിനിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു വാട്ടർ പ്രൂഫ് ലെയറാണ്. അപ്പോൾ ഈ 2 ലെയറാണ് നമുക്കുള്ളത്. അതിന് ശേഷം ഇവിടെ ടാർമാർക്കിൻ്റെ ഇതാണ്.
ഈ ഫസ്റ്റത്തെ ലെയറിൽ തന്നെ നമുക്കൊരു മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടും നല്ലൊരു കേസ് ഉണ്ട്. നമുക്ക് പേഴ്സണൽ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ, പേഴ്സോ വാലറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഉണ്ട്. ഈ ലെയേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഊരിയിട്ടും എല്ലാതും യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ സിബ് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ലെയർ വീതം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നോർമൽ കണ്ടീഷനിൽ റൈഡ് ചെയ്യുമ്പോൾ ഒരു ലെയറും ഇല്ലാതെ റൈഡ് ചെയ്യാം. പക്ഷേ റെയിനൊക്കെ ഉണ്ടെങ്കിൽ റെയിൻ്റെ ലെയർ മാത്രം ഇട്ടുകൊണ്ട് റൈഡ് ചെയ്യാം. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ 3 ലെയർ ഇട്ടിട്ടൊക്കെ റൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ലെയേഴ്സിൻ്റെ ഒക്കെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർഫും പൊടിയൊക്കെ ഇട്ട് അങ്ങനെ മെഷീനിൽ എന്തായാലും വാഷ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നോർമലി വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഒരു ഹാങ്ങർമേ തൂക്കിയിട്ട് ഉണക്കാനിടുന്നതാവും ബെറ്റർ. അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുന്നവർക്കും ബെറ്റർ. ഒരിക്കലും മെഷീനിലിട്ട് വാഷ് ചെയ്താൽ ഇത് നല്ലപോലെ ആവും എന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫുൾ റൈഡിങ് ഗിയർ വാങ്ങണമെന്ന്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെ റൈഡിങ് ബാഗ് സ്വന്തമാക്കി. അതിനുശേഷം ഇപ്പോൾ ജാക്കറ്റും വന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹെൽമെറ്റാണ് വരാനുള്ളത്. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഹെൽമെറ്റും കൂടി കിട്ടിയാൽ ഫുൾ റൈഡിങ് ഗിയർ സെറ്റായി. ഇനി എനിക്ക് റൈഡിങ് ബൂട്ട്, ഗ്ലൗസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഈ 3 കാര്യങ്ങളായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങാൻ. അത് 3ഉം ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ റൈഡിങ് ബാഗും ജാക്കറ്റും കിട്ടി. ഇനി ഹെൽമെറ്റും കൂടി കിട്ടാനുള്ളൂ. ഈ ഒരു ജാക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6500 റുപ്പീസാണ്. ബാൻഡേഡ് സ്പിറ്റ് സ്റ്റോപ്പ് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങളിത് ഓർഡർ ചെയ്തത്. ഡെലിവറി ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി വാങ്ങാം. അതുപോലെ തന്നെ നല്ലൊരു ഓഫറാണ്. അതുപോലെ ഞങ്ങൾ 2 ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും 2 എടുത്തുകൊണ്ട് അവർ 6000 റുപ്പീസിന് സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി 12000 റുപ്പീസിനാണ് നമുക്ക് സാധനം തന്നിട്ടുള്ളത്. നല്ല അടിപൊളി ജാക്കറ്റാണ്. നല്ല കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പോൾ വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ടാർമാർക്കിൻ്റെ ലെവൽ 2 ജാക്കറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.